മംഗലപുരത്ത് ടെക്നോ സിറ്റിക്ക് സമീപമെത്തിയ കാട്ടുപോത്തിനെ പിടിക്കാനുള്ള ശ്രമം തുടരുന്നു. കാട്ടുപോത്ത് നാടിനെ ആശങ്കയിലാക്കി. ഒരു ദിവസം പിന്നിട്ട് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ആതിര സരസ്വ ചേരുന്നു. ആതിര, ഈ കാട്ടുപോത്ത് ഇറങ്ങി ഒരു നാടിനെ വട്ടം ചുറ്റിക്കുകയാണല്ലോ. സേതുലക്ഷ്മി, തീർച്ചയായും ഇന്നലെ വൈകുന്നേരം 6:30യോടെയാണ് തിരുവനന്തപുരത്ത് മംഗലാപുരം ഭാഗത്ത് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. നാട്ടുകാരും ടെക്നോസിറ്റിയിൽ ജോലി ചെയ്യുന്നവരുമാണ് ആദ്യം ഈ കാട്ടുപോത്തിനെ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിപ്പെടുകയും ചെയ്തത്. ആദ്യം ഇവർ വിചാരിച്ചിരുന്നത് ഇത് പശുവാണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നീടാണ് കാട്ടുപോത്താണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും പോലീസ് അധികൃതരെയും ഒക്കെ തന്നെ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. നമ്മളോടിപ്പം മെമ്പർ അർച്ചന ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയാണ് നിങ്ങൾ പരാതിപ്പെട്ടത്? ആദ്യം കാട്ടുപോത്തിനെ എവിടെയാണ് കണ്ടത്? ഇത് അണ്ടൂർക്കുളം പഞ്ചായത്തിൽ വെള്ളൂർ വാർഡിൽ തലയ്ക്കോണ ഭാഗത്ത് ഇന്നലെ രാത്രിയോടുകൂടി ഒരു 9 മണിയോടുകൂടി കാട്ടുപോത്തിനെ കണ്ടു എന്നുള്ള വിവരം വാർഡ് മെമ്പറായ എന്നെ അവിടെയുള്ള സമീപവാസികൾ അറിയിക്കുകയും അതിൻ്റെ വിഷ്വൽസ് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ അതിൻ്റെ വീഡിയോ വിഷ്വൽസ് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ അധികൃതരെ എല്ലാവരെയും അറിയിച്ചു, പഞ്ചായത്തിൽ അറിയിച്ചു, മറ്റു ചുമതലപ്പെട്ടവരെ അറിയിച്ചു. ഇന്നലെ മുതൽ ഇതിന് വേണ്ട നടപടികൾ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും എല്ലാം ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ഇത് പോത്ത് നിൽക്കുന്ന ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ സജ്ജീകരണത്തോടും കൂടി നമ്മളെല്ലാവരും ജനപ്രതിനിധികൾ, അതുപോലെ മംഗലപുരം പോലീസ്, ഫോറസ്റ്റ് വകുപ്പ് എല്ലാവരും നാട്ടുകാർ എല്ലാവരും കൂടി ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്ത് ഇതിനെ മയക്കുവെടി വയ്ക്കാനുള്ള സജ്ജീകരണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും സേതുലക്ഷ്മി, അർച്ചന പറഞ്ഞതുപോലെ തന്നെ മയക്കുവെടി വെക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ളവർ ഈ കാടിനുള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ്, അതായത് ടെക്നോസിറ്റി ഏറ്റെടുത്ത് ഇരിക്കുന്ന സ്ഥലമാണിത്. ഇവിടേക്കാണ് ഈ പോത്ത് കാടിനുള്ളിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. വെറ്റിനറി സർജനും ഫോറസ്റ്റ് അധികൃതരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പോത്തുള്ള സ്ഥലം അവർ ട്രേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യമേ ഈ മയക്കുവെടി വെക്കുന്നതുമായിട്ട് സംബന്ധിച്ച് കുറച്ച് പകൽ സമയത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് അനുമതി ലഭിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് എന്തായാലും പോത്തിനെ ട്രേസ് ചെയ്തിട്ടുണ്ട്. അതിനെ എത്രയും പെട്ടെന്ന് തന്നെ മയക്കുവെടി വെക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ഇതൊരു ജനവാസ കേന്ദ്രമാണ്. തൊട്ടടുത്ത് വീടുകളുണ്ട്, ചുറ്റും റോഡുകൾ കടന്നു പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട റോഡാണ് ഇതിന് മുൻപിലൂടെയും കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ടെക്നോസിറ്റി ഇവിടെ തൊട്ടടുത്താണ്. ഇത്തരത്തിലൊരു ജനവാസ കേന്ദ്രമായതുകൊണ്ട് തന്നെ കാട്ടുപോത്ത് വളരെയധികം ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട്. സേതുലക്ഷ്മി. ശരി ആതിര, എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടുപോത്ത് അതൊരു നാടിനെ വലയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ ദിവസം മുതൽ വലയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും കാട്ടുപോത്തിനെ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിനെ മയക്കുവെടി വയ്ക്കാനുള്ള നീക്കങ്ങളിലൊക്കെയാണ്. അപ്പോൾ ആതിര സരസ്വതാണ് വിവരങ്ങൾ നൽകിയത്.